നമുക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാം. എന്നാണ് എറണാകുളം ജില്ല നിലവിൽ വന്നത്? അപ്പൊ നമ്മുടെ എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷം ഏതാടാ? എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷമാണ് 1958 ഏപ്രിൽ 1. 1958 ഏപ്രിൽ 1 നമ്മുടെ എറണാകുളം ജില്ല നിലവിൽ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പ്രാചീന കാലത്ത് എറണാകുളം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? പ്രാചീന കാലത്ത് എറണാകുളം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? അത് ഋഷിനാഗകുളം എന്നാണ്. ഋഷിനാഗകുളം എന്നാണ് നമ്മുടെ എറണാകുളം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ നമ്മുടെ എറണാകുളം ജില്ല നിലവിൽ വന്ന വർഷമാണ് 1958 ഏപ്രിൽ 1. ഇനി പ്രാചീന കാലത്ത് നമ്മുടെ ഋഷിനാഗകുളം എന്നാണ് എറണാകുളം ജില്ല അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള കേരളത്തിലെ ജില്ല ഏതാടാ? അത് നമ്മുടെ എറണാകുളം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികളുള്ള കേരളത്തിലെ ജില്ലയാണ് നമ്മുടെ എറണാകുളം ജില്ല. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളുള്ള ജില്ലയും നമ്മുടെ എറണാകുളമാണ്. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൂതമത വിശ്വാസികളുള്ള ജില്ല എറണാകുളമാണ്. ഇനി ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടക്കുന്ന ജില്ലയും എറണാകുളമാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നതും നമ്മുടെ എറണാകുളം ജില്ലയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്നത് എറണാകുളം ജില്ലയിലൂടെയാണ്. അപ്പം എറണാകുളം ജില്ലയില് പ്രശസ്തമായ ഒരു ഇതുണ്ടായിരുന്നല്ലോടാ, വിള ഏറ്റവും കൂടുതൽ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, അതേതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് നമ്മുടെ എറണാകുളം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് എറണാകുളം ജില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല ഏതാണ്? അതും എറണാകുളം ജില്ലയാണ്. എത്ര മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത് എറണാകുളത്തിന്? എത്ര മുനിസിപ്പാലിറ്റിയാണ് ഉള്ളത്? എത്ര മുനിസിപ്പാലിറ്റി ഉണ്ടടാ? 13 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. 13 മുനിസിപ്പാലിറ്റികളാണ് ഉള്ളത്. അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? അത് നമ്മുടെ എറണാകുളം ജില്ലയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല ഏതാണ്? അത് നമ്മുടെ എറണാകുളമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സേവിംഗ് ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മുടെ എറണാകുളം ജില്ലയാണ്. അപ്പൊ പ്രാചീന കാലത്ത് ഋഷിനാഗകുളം എന്നറിയപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ക്രിസ്തുമത വിശ്വാസികൾ, ജൂതമത വിശ്വാസികൾ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല, ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ല, പിന്നെന്താടാ നമ്മുടെ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്ന ജില്ല, അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ ജില്ല, ഇനി കേരളത്തിലെ ആദ്യത്തെ സേവിംഗ് ജില്ല, കേരളത്തിലെ ആദ്യത്തെ സേവിംഗ് ജില്ല. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഈ ഡിസ്ട്രിക്ട് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എറണാകുളമാണ്. കേരളത്തിലെ ആദ്യത്തെ ഈ ഡിസ്ട്രിക്ട് ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ എറണാകുളമാണ്. ഇനി ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള ജില്ലയാണ് എറണാകുളം. ഏറ്റവും കൂടുതൽ നഗരവാസികൾ ഉള്ള ജില്ലയാണ് എറണാകുളം. അതുപോലെ തന്നെ വ്യാവസായികമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് നമ്മുടെ എറണാകുളം. വ്യാവസായികമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് അത് നമ്മുടെ എറണാകുളമാണ്. ഇനി ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനം ഉള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ പ്രതിശീർഷ വരുമാനമുള്ള ജില്ല ഏതാണ്? അത് നമ്മുടെ എറണാകുളം ജില്ലയാണ്. ഇനി നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാന്ന് ചോദിച്ചാലും അതും എറണാകുളമാണ്. ഇത്രയും പറഞ്ഞത് ഓക്കെ ആണോടാ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അത് എറണാകുളമാണ്. ഏത് വർഷമാണ് നമ്മുടെ എറണാകുളം ജില്ല സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ജില്ലയായിട്ട് മാറിയത്? 1990-ലാണ്. അന്നത്തെ പ്രധാനമന്ത്രി ആരാടാ? അന്നത്തെ പ്രധാനമന്ത്രി എറണാകുളം ആണടാ. 1990-ലാണ്. അപ്പം ആരാണ്? VP സിംഗ് ആണ്. അന്നത്തെ പ്രധാനമന്ത്രിയായ VP സിംഗ് ആണ് നമ്മുടെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ആദ്യത്തെ ജില്ലയായിട്ട് നമ്മുടെ എറണാകുളത്തെ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്തായ ഏത്? പോത്താനിക്കാട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പൊ പോത്താനിക്കാട് എവിടെയാണടാ? അത് എറണാകുളം ജില്ലയിലാണ്. സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പഞ്ചായത്ത്, സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പഞ്ചായത്താണ് നമ്മുടെ പോത്താനിക്കാട്. ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാടാ? നമ്മുടെ ഇന്ത്യയില് പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാണ്? അതേതാടാ? അത് നമ്മുടെ മാനുവൽ ഫോർട്ടാണ്. ഏത് വർഷമാണ് മാനുവൽ ഫോർട്ട് നിർമ്മിക്കുന്നത്? അത് 1503-ലാണ്. അപ്പൊ ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് നമ്മുടെ 1503-ൽ നിർമ്മിച്ച മാനുവൽ കോട്ട അല്ലെങ്കിൽ പള്ളിപ്പുറം കോട്ട. ഇനി നമ്മുടെ ഇന്ത്യയില്
യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായിട്ട് പറയപ്പെടുന്നത്, ഇത് ഏറ്റവും പഴക്കം ചെന്ന കോട്ടയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് അത് കൊച്ചി കോട്ടയാണ്. അത് ഇത് തന്നെ കേട്ടോ. അപ്പൊ യൂറോപ്യന്മാരെ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയായിട്ട് പറയുന്നത് തന്നെ നമ്മുടെ പള്ളിപ്പുറം കോട്ട തന്നെയാണ്. പള്ളിപ്പുറം കോട്ടയ്ക്ക് പല പേരുകളുണ്ട്. പള്ളിപ്പുറം കോട്ട, ആയിക്കോട്ട, അഴീക്കോട്ട, അങ്ങനെ കുറെ പേരുകളുണ്ട്. ഈ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത് നമ്മുടെ ഏതാണ്? നമ്മുടെ മാനുവൽ ഫോർട്ടാണ്, മാനുവൽ കോട്ടയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ആരാധനാലയം ഏതാന്ന് ചോദിച്ചാൽ അത് സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ ആരാധനാലയം ഏതാന്ന് ചോദിച്ചാൽ അത് സെന്റ് ഫ്രാൻസിസ് പള്ളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളി ഏതാണ്? ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി. നമ്മുടെ വാസ്കോഡ ഗാമയുടെ ശരീരം സംസ്കരിച്ചത് ഏത് പള്ളിയിലാണെന്ന് ചോദിച്ചാൽ അതും സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. എന്നിട്ട് 1538 ഇദ്ദേഹത്തിന്റെ ഭൗതിക അവശിഷ്ടം ഏത് പള്ളിയിലോട്ട് കൊണ്ടുപോയടാ? അത് ലിസ്ബണിലെ സെന്റ് ജെറോണിമസ് ചർച്ചിലേക്ക് കൊണ്ടുപോയി. എന്തിനല്ലേ? 1538-39 ആ ഒരു കാലഘട്ടത്തില് ഭൗതിക അവശിഷ്ടം ഇവിടെ നിന്ന് പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പുനരടക്കം ചെയ്തു. ഓക്കെ ആണല്ലോടാ? ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആദ്യത്തെ ഡീസൽ വൈദ്യുത നിലയം ഏതാണ്? അത് ബ്രഹ്മപുരമാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹാർദ്ദ പഞ്ചായത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? അത് നമ്മുടെ നെടുമ്പാശ്ശേരിയാണ്. ഈ കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ എന്ന് ചോദിച്ചാൽ ആരാണ്? കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ ആരാണ്? അത് കേണൽ മൺറോയാണ് കൊച്ചിയിലെ ആദ്യത്തെ ദിവാൻ, കേണൽ മൺറോ. കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? അത് FC കൊച്ചിനാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് നമ്മുടെ കുമ്പളങ്ങിയാണ് കേരളത്തിലെ ആദ്യത്തെ ടൂറിസം ഗ്രാമം എന്നറിയപ്പെടുന്നത്. അപ്പൊ നമ്മുടെ കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏതാണ്? അത് നമ്മുടെ റാണി പത്മിനിയാണ്. MV റാണി പത്മിനിയാണ്. ഏത് വർഷമാണ് നിർമ്മിച്ചത് റാണി പത്മിനി? 1981ലാണ്. 1981ലാണ് നമ്മുടെ റാണി പത്മിനി നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് സ്ഥാപിതമായ സ്ഥലം എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മൾട്ടിപ്ലക്സ് സ്ഥാപിതമായ സ്ഥലമാണ് കൊച്ചി. കേരളത്തിൽ ആദ്യമായി 70mm തിയേറ്റർ സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് 70mm തിയേറ്റർ സ്ഥാപിതമായത് നമ്മുടെ കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ഓഫീസ് സെന്റർ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ഓഫീസ് സെന്റർ ഏതാണ്? അത് എറണാകുളമാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണ്? അതേതാടാ? അത് നമ്മുടെ അമൃത ഹോസ്പിറ്റലാണ്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി എന്ന് ചോദിച്ചാൽ അതേതാണ്? അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഈ നമ്മുടെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? അപ്പൊ ആരാണ്? അത് നമ്മുടെ ഡോക്ടർ സുധീന്ദ്രനാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ കരൾമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ആശുപത്രി ഏതാടാ? അതേതാണ്? അതേത് ആശുപത്രി? അത് നമ്മുടെ മെഡിക്കൽ ട്രസ്റ്റ് ആണ്. അപ്പൊ ആ ഡോക്ടറിന്റെ പേരെന്താണ്? നടത്തിയ ഡോക്ടറിന്റെ പേരെന്താണ്? അതാണ് ജോസ് ചാക്കോ പെരിയപുരം. ഇനി ഏത് വർഷമാണ് ഇത് നടത്തിയത്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ വർഷം ഏതാടാ? അത് 2003ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രം ഏതാണ്? നമ്മുടെ ഇന്ത്യയിലെ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. ഏത് വർഷമാണ് രാജ്യാന്തര പദവി ലഭിച്ചത്? ഏത് വർഷമാണ് രാജ്യാന്തര പദവി മലയാറ്റൂരിന് ലഭിച്ചത്? 2004ലാണ്. 2006 അല്ല, 2004ലാണ്.
അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? അത് അന്നമ്മ ജേക്കബ് ആണ്. അന്നമ്മ ജേക്കബ് ആണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത്. 1968 അവര് കവളങ്ങാട് പഞ്ചായത്താണ്. ഇനി കേരളീയ മാതൃകയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരം ഏതാണ്? കേരളീയ മാതൃകയില് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരം ഏതാണ്? അത് നമ്മുടെ മട്ടാഞ്ചേരി പാലസ് ആണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണടാ? കേരളത്തിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ ഏതാണ്? അത് നമ്മുടെ മട്ടാഞ്ചേരിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? അത് ഐരാപുരത്താണ്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്ന ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം എന്നറിയപ്പെടുന്നത് നമ്മുടെ കുമ്പളങ്ങിയാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സ്പീഡ് പോസ്റ്റ് ഓഫീസ് സെന്റർ നിലവിൽ വന്നത് കൊച്ചിയിലാണ്. നമ്മുടെ കൊച്ചിയിലാണ്. ബിനാലയ്ക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരം ഏതാണ്? ബിനാലയ്ക്ക് ഇന്ത്യൻ നഗരമല്ല, കേരളത്തിലെ നഗരമാണ്. ബിനാലയ്ക്ക് ആതിഥേയത്വം വഹിച്ച ആദ്യ ഇന്ത്യൻ നഗരം എന്ന് വെച്ചാലും കേരളത്തിലെ നഗരം എന്നൊക്കെ ചോദിച്ചാലും ശരിയാണ്. അങ്ങനെ പറഞ്ഞാലും കൊച്ചിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി തുറമുഖത്തെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യ വിദേശി ആരാണ്? കൊച്ചി തുറമുഖത്തെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി ആരാണ്? അത് മഹ്വാനാണ്. നമ്മുടെ കൊച്ചി തുറമുഖത്തെ കുറിച്ച് പ്രതിപാദിച്ച ആദ്യത്തെ വിദേശ സഞ്ചാരി എന്ന് പറയുന്നത്. ATM-ലൂടെ പാൽ ലഭ്യമാകുന്ന സംവിധാനം മിൽമ കേരളത്തിൽ ആദ്യമായി ആവിഷ്കരിച്ചത് എവിടെയാണ്? ATM-ലൂടെ പാൽ ലഭ്യമാകുന്ന സംവിധാനം നമ്മുടെ മിൽമ കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. എറണാകുളം ജില്ലയിലാണ്, കൊച്ചിയിലാണ്. അപ്പൊ കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിത ആരാണ്? അവര് ആരുടെ പത്നിയായിരുന്നെന്ന് ചോദിച്ചാല് മന്നത്ത് പത്മനാഭന്റെ പത്നിയായിരുന്നു. അതാരാണ്? അത് തോട്ടക്കാട്ട് മാധവിയമ്മയാണ്. അപ്പൊ കൊച്ചി നിയമനിർമ്മാണ സഭയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. ഇനി കൊച്ചിയിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാൾ എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ എറണാകുളത്തുള്ള ഒബ്രോൺ മാളിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫുൾ ഫോർമാറ്റ് ഷോപ്പിംഗ് മാൾ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലെ ഒബ്രോൺ മാളിലാണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് മണി ഓർഡർ സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് മണി ഓർഡർ സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? അതെവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പൊ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സയൻസ് സ്കൂൾ സ്ഥാപിതമായത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. ഇനി കൊച്ചിയിൽ കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല നിലവിൽ വന്നത് ഏത് വർഷമാണ്? അത് കാക്കനാടാണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ പ്രത്യേക സാമ്പത്തിക മേഖല എന്ന് ചോദിച്ചാൽ കാക്കനാടാണ്. ഇത് ഏത് വർഷമാണ് നിലവിൽ വന്നത്? അത് നമ്മുടെ 1983ലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരമാണ് കൊച്ചി. എന്ന് പറയുന്നത്. കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? അപ്പം നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. 1923ലാണ്. അപ്പം 1923ലാണ് കേരളത്തിലെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായത്. അപ്പൊ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ വാരികയാണ് ഏത്? കേരളമിത്രം എന്ന് പറയുന്നത്. മലയാളത്തിലെ ആദ്യത്തെ വാരികയാണ് അത് കേരളമിത്രമാണ്. ഇത് നമ്മുടെ ആരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ഇത് സ്ഥാപിച്ചത്. ഇത് പ്രസിദ്ധീകരിച്ചത് നമ്മുടെ എറണാകുളത്ത് നിന്നാണ്. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ വാരിക ഏതാണ്? അത് കേരളമിത്രമാണ്. ഇത് സ്ഥാപിച്ചത് നമ്മുടെ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പം നമ്മുടെ സ്ത്രീ ബാലപീഡന കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടി രാജ്യത്തെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിതമായത് കൊച്ചിയിലാണ്. അപ്പൊ മത്സ്യങ്ങൾക്ക് വേണ്ടി ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പൊ മത്സ്യങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആശുപത്രി സ്ഥാപിച്ചത് കൊച്ചിയിലാണ്. ഇനി
UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ സർക്കാർ കോളേജ് ഏതാണ്? അപ്പൊ നമ്മുടെ UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ്? അത് ഏതാണ്? നമ്മുടെ സർക്കാർ കോളേജ് ഏതാണ്? അത് എറണാകുളം മഹാരാജാസ് കോളേജ് ആണ്. അപ്പൊ എറണാകുളം മഹാരാജാസ് കോളേജിനാണ് UGCയുടെ സ്വയംഭരണ പദവി ലഭിച്ചത്. അപ്പം ഒരു കേരളീയന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സർവകലാശാല ഏതാണ്? ആദ്യത്തെ സർവകലാശാല, ഒരു കേരളീയന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? അതേതാണ്? അത് നമ്മുടെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റിയാണ്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ ബിസിനസ് ഇൻക്യുബേറ്റർ ആണ് കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നത്. അപ്പൊ നമ്മുടെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ തുടങ്ങിയ ആദ്യത്തെ ബിസിനസ് ഇൻക്യുബേറ്റർ ആണ് ഏത്? കൊച്ചി സ്റ്റാർട്ടപ്പ് വില്ലേജ്. കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളി ആരാണ്? കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യത്തെ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ കേന്ദ്രമന്ത്രിയായിരിക്കെ അന്തരിച്ച ആദ്യ മലയാളിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. അപ്പൊ നമ്മുടെ കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം ഏതാണ്? കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം ഏതാണ്? അത് ലോകമാന്യനാണ്. ലോകമാന്യനാണ് നമ്മുടെ കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രം. ഇത് ഏത് വർഷമാണ് നിരോധിച്ചത്? 1923-ലാണ്. 1923-ലാണ്. ഈ നമ്മുടെ ലോകമാന്യൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ലോകമാന്യൻ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? അത് നമ്മുടെ കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. അപ്പൊ കൊച്ചി രാജ്യത്ത് നിരോധിക്കപ്പെട്ട ആദ്യത്തെ പത്രമാണ് ലോകമാന്യൻ. 1923-ലാണ് അത് നിരോധിച്ചത്. കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് ഈ ലോകമാന്യൻ പത്രത്തിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് ഡെമു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഓടിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എയർ കണ്ടീഷൻഡ് ഡെമു അഥവാ ഡീസൽ ഇലക്ട്രിക് മൾട്ടിപ്പിൾ യൂണിറ്റ് ഓടിയത് കൊച്ചിയിലാണ്. ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ അത് 2015-ലാണ്. 2015-ലാണ്. അപ്പൊ നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. അത് നമ്മുടെ 2004-ല് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്ഥാപിച്ചത്. വൈപ്പിനിലാണ്. വൈപ്പിന് നമ്മുടെ കൊച്ചിക്കും ഇടയിലായിട്ട് സർവീസ് നടത്തുന്ന ഒരു ജങ്കാറിലാണ് ഇത് സ്ഥാപിച്ചത്. അപ്പൊ 2004-ല് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇത് സ്ഥാപിക്കുന്നത്. അപ്പൊ സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിൽ പവലിയൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം ഏതാണ്? സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരില് പവലിയൻ ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമാണ്. കലൂർ സ്റ്റേഡിയമാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? അത് തട്ടേക്കാടാണ്. 1983-ലാണ് തട്ടേക്കാട് നിലവിൽ വരുന്നത്. തട്ടേക്കാട് നിലവിൽ വന്നത് എന്നാണ്? അത് 1983-ലാണ്. 1983-ലാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് ATM സംവിധാനം ഏർപ്പെടുത്തിയ സഹകരണ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ATM സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ സഹകരണ ബാങ്ക് ഏതാണ്? അതേതാണ്? അത് എറണാകുളം സഹകരണ ബാങ്കാണ്. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കാണ്. എറണാകുളം ജില്ലാ സഹകരണ ബാങ്കാണ് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ATM സംവിധാനം ഏർപ്പെടുത്തിയ സഹകരണ ബാങ്ക്. യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിളിച്ചതാരാണ്? യേശുദാസിനെ ആദ്യമായിട്ട് ഗാനഗന്ധർവൻ എന്ന് വിളിച്ചതാരാണ്? അത് നമ്മുടെ G. ശങ്കരക്കുറുപ്പാണ്. ഇനി കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ തൈ നട്ടത് നേര്യമംഗലത്താണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് റബ്ബർ തൈ നട്ടത് എവിടെയാണടാ? അത് നമ്മുടെ നേര്യമംഗലത്താണ്. അപ്പൊ നമ്മുടെ ഇതിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് നമ്മുടെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാടാ? റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജോൺ ജോസഫ് മർഫിയാണ്. ഇദ്ദേഹമാണ് ഈ നമ്മുടെ റബ്ബർ തൈ നടുന്നതിന് നേതൃത്വം നൽകിയത്. അപ്പൊ കേരളത്തിൽ ആദ്യമായി റബ്ബർ തൈ നട്ടത് എവിടെയാടാ? അത് നമ്മുടെ നേര്യമംഗലത്താണ്. അപ്പം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ ആരാണ്? ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയനാണ് നമ്മുടെ ചാൾസ് ഡയസ് എന്ന് പറയുന്നത്. ചാൾസ് ഡയസ് ഇദ്ദേഹം തന്നെയാണ് ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി. അപ്പൊ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ മലയാളി, അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയായി ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ കേരളീയൻ എന്നീ പദവികളെല്ലാം വഹിച്ചിരുന്നത് നമ്മുടെ ചാൾസ് ഡയസ് ആണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് ടെക്നോളജി കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ ഫുഡ് ടെക്നോളജി കോളേജ് സ്ഥാപിച്ചത് തുമ്പൂർ മൊഴിയിലാണ്.
അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഫുഡ് ടെക്നോളജി കോളേജ് സ്ഥാപിച്ചത് തുമ്പൂർ മൊഴിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ആദ്യമായിട്ട് മിമിക്സ് പരേഡ് അരങ്ങേറിയത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് മിമിക്സ് പരേഡ് അരങ്ങേറിയത് എവിടെയാണ്? അതെവിടെയാണ്? അത് നമ്മുടെ എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ്. എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ് 1981. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് മിമിക്സ് പരേഡ് അരങ്ങേറിയത് എറണാകുളം ഫൈൻ ആർട്സ് ഹാളിലാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മാലിന്യ ഊർജ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മാലിന്യ ഊർജ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെയാണ്? ബ്രഹ്മപുരമാണ്. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് മാലിന്യ ഊർജ പ്ലാന്റ് സ്ഥാപിച്ചത് ബ്രഹ്മപുരത്താണ്. ഐതിഹ്യപ്രകാരം ആദ്യമായി ഓണാഘോഷങ്ങൾ നടത്തിയിരുന്നത് എവിടെയാണ്? ഐതിഹ്യപ്രകാരം ആദ്യമായിട്ട് ഓണാഘോഷങ്ങൾ നടത്തിയത് തൃക്കാക്കരയിലാണ്. അപ്പൊ പാചകവാതകം നമ്മുടെ പൈപ്പിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാടാ? നമ്മുടെ പാചകവാതകം പൈപ്പിലൂടെ ലഭ്യമാക്കുന്ന സംവിധാനം ആദ്യമായി നടപ്പിലാക്കിയത് കൊച്ചിയിലാണ്. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ രാസവള നിർമ്മാണശാല ഏതാണ്? എവിടെയാണ് കേരളത്തിലെ? അത് ഫാക്ട് ആണ്. അത് എന്നാണ് സ്ഥാപിതമായത്? നമ്മുടെ ഫാക്ട് സ്ഥാപിതമായ വർഷം ഏതാണ്? ഫാക്ട് സ്ഥാപിതമായ വർഷം 1943. ഇനി കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മെട്രോ റെയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. ഇനി രാജ്യത്തെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം എവിടെയാണ്? രാജ്യത്തെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ രാജ്യത്തെ തന്നെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം സ്ഥാപിതമായത് കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ദ്വീപിലാണ് നമ്മുടെ രാജ്യത്തെ തന്നെ ആദ്യത്തെ സുഗന്ധ വ്യഞ്ജന മ്യൂസിയം സ്ഥാപിതമായത്. അപ്പൊ പത്മശ്രീ ബഹുമതിക്ക് അർഹനായ ആദ്യത്തെ കർദിനാൾ ആരാണ്? നമ്മുടെ പത്മശ്രീ ബഹുമതിക്ക് അർഹനായ ആദ്യത്തെ കർദിനാൾ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നമ്മുടെ ആന്റണി പടിയറയാണ് നമ്മുടെ പത്മശ്രീ ബഹുമതിക്ക് അർഹനായ ആദ്യത്തെ കർദിനാൾ എന്ന് പറയുന്നത്. 1998. അപ്പം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്ട് നടപ്പിലാക്കിയത് എവിടെയാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ പ്രോജക്ട് ആരംഭിച്ചത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. ഏത് വർഷമാണ് നമ്മുടെ കൊച്ചി മെട്രോ അണ്ടർ വാട്ടർ മെട്രോ പദ്ധതി നിലവിൽ വന്നത്? അത് 2016. ഇനി കേരളത്തിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് സ്ഥാപിതമായത് എവിടെയാണ്? അതെവിടെയാണ്? അതും കൊച്ചിയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ റോട്ടറി ക്ലബ്ബ് സ്ഥാപിതമായത് കൊച്ചിയിലാണ്. അപ്പൊ കേരളത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമാക്കാൻ തീരുമാനിച്ചത് അതും കൊച്ചിയിലാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ വിനോദസഞ്ചാര കേന്ദ്രമായി ആക്കാൻ തീരുമാനിച്ചതും നമ്മുടെ കൊച്ചിയിലാണ്. അപ്പൊ തപാൽ വകുപ്പിന്റെ കേരളത്തിന്റെ ആദ്യത്തെ രാജ്യാന്തര ബിസിനസ് സെന്റർ സ്ഥാപിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പൊ തപാൽ വകുപ്പിന്റെ കേരളത്തിലെ ആദ്യത്തെ രാജ്യാന്തര ബിസിനസ് സെന്റർ സ്ഥാപിക്കുന്നത് കൊച്ചിയിലാണ്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാണ്? പഞ്ചായത്ത് നമ്മൾ കാസർഗോഡ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് വിമുക്ത ഗ്രാമം ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ മുളന്തുരുത്തിയാണ്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യത്തെ ഫിലമെന്റ് രഹിത വിമുക്ത ഗ്രാമമാണ് മുളന്തുരുത്തി. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രി എവിടെയാണെടാ? കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? അതും എറണാകുളം ജില്ലയിലെ ഏലൂരിലാണ്. ഹോസ്പിറ്റലിന്റെ പേരാണ് സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ. അപ്പൊ ഏലൂരിലെ സെന്റ് ജോസഫ് ഹോസ്പിറ്റൽ ആണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ആശുപത്രി എന്നറിയപ്പെടുന്നത്. ഏത് വർഷം സ്ഥാപിച്ചെന്ന് ചോദിച്ചാൽ 1886. ഇനി ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല ഏതാണ്? ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫിഷറീസ് സർവകലാശാല ഏതാണ്? അതേതാണ്? അത് നമ്മുടെ കുഫോസ് ആണ്. കുഫോസ് സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 2010. അപ്പൊ നമ്മുടെ കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം എവിടെയാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയം എവിടെയാണ്? അത് തൃപ്പൂണിത്തറ ഹിൽ പാലസ് ആണ്.
ഹിൽ പാലസ് ആണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ജൂതപ്പള്ളി ഏതാണ്? അത് മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. മട്ടാഞ്ചേരി ജൂതപ്പള്ളിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? അത് നമ്മുടെ നേര്യമംഗലമാണ്. കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയം ഏതാന്ന് ചോദിച്ചാൽ അത് കാലിയമേനിയാണ്. അപ്പൊ കൊച്ചിയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പഴയ നാണയം ഏതാന്ന് ചോദിച്ചാൽ അത് കാലിയമേനിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള ചുവർ ചിത്രം സ്ഥിതി ചെയ്യുന്ന ആരാധനാലയം ഏത് ചോദിച്ചാൽ അത് അങ്കമാലി വലിയ പള്ളിയാണ്. അപ്പം കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏറ്റവും വലിപ്പമുള്ള ചുമർ ചിത്രം കാണപ്പെടുന്ന ക്ഷേത്രമല്ല ആരാധനാലയം ഏതാടാ? അത് അങ്കമാലി വലിയ പള്ളിയാണ്. അങ്കമാലി വലിയ പള്ളിയാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ രാസവള നിർമ്മാണശാല ഏതാണ്? അത് നമ്മുടെ ഫാക്ട് ആണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം ഏതാടാ? അത് വേമ്പനാട് റെയിൽവേ ബ്രിഡ്ജ് ആണ്. ഇപ്പൊ വേമ്പനാട് റെയിൽവേ ബ്രിഡ്ജ് ആണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ DDT ഉൽപാദനശാല ഏതാന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് ആണ്. അപ്പൊ ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ DDT ഉൽപാദനശാല. ഏറ്റവും വലിയ DDT ഉൽപാദനശാലയാണ് ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ്. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ ദ്വീപ് ഏതാണ്? എറണാകുളം ജില്ലയിലെ ഏത് സ്ഥലമാണടാ? അത് വൈപ്പിനാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? അതും നമ്മുടെ വൈപ്പിനാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോകുന്ന കേരളത്തിലെ നദി ഏതാണ്? ഏറ്റവും കൂടുതൽ ജില്ലകളിലൂടെ കടന്നുപോകുന്ന നദി ഏതാണ്? അത് മൂവാറ്റുപുഴയാറാണ്. എത്ര ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ടടാ? എത്ര ജില്ലകളിലൂടെ കടന്നു പോകുന്നുണ്ട്? 4 ജില്ലകളിലൂടെയാണ്. 4 ജില്ലകളിലൂടെയാണ്. പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? പ്രച്ഛന്ന ബുദ്ധൻ ആരാടാ? അത് ശ്രീ ശങ്കരാചാര്യരെയാണ് നമ്മുടെ പ്രച്ഛന്ന ബുദ്ധൻ എന്നറിയപ്പെട്ടിരുന്നത്. ഗോശ്രീ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഗോശ്രീ എന്ന പേരിൽ നമ്മുടെ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് ഏതാണ്? അത് കൊച്ചിയാണ്. ഇനി പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജ്യമാണ്. അപ്പൊ കൊച്ചി രാജ്യമാണ് പെരുമ്പടപ്പ് സ്വരൂപം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരെന്താണ്? ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരാണ് മുളവുകാട്. ബോൾഗാട്ടി ദ്വീപിന്റെ മറ്റൊരു പേരാണ് മുളവുകാട്. അപ്പൊ ശക്തൻ തമ്പുരാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന കൊച്ചി രാജാവാണ് ആര്? അദ്ദേഹത്തിന്റെ പേരെന്താണ്? ശരിക്കുള്ള പേരെന്താണ്? അപ്പൊ നമ്മുടെ ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേര് എന്താണ്? രാമവർമ്മൻ ഒൻപതാമൻ. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് നമ്മുടെ എറണാകുളമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡിന്റെ പഴയ പേരെന്താണ്? അതാണ് വാർക്കത്തുരുത്ത് എന്നറിയപ്പെട്ടിരുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. പ്രാചീന കാലത്ത് വെല്ലിംഗ്ടൺ ഐലൻഡ് അറിയപ്പെട്ടിരുന്നതാണ് വാർക്കത്തുരുത്ത്. ഇനി പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ആരാണ്? പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ ആരാണ്? അതാരാന്ന് ചോദിച്ചാല് അത് നമ്മുടെ ഡോക്ടർ എൻ രാജമാണ് പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞ. അപ്പം പാടുന്ന വയലിൻ എന്നറിയപ്പെടുന്ന സംഗീതജ്ഞയാണ് നമ്മുടെ ഡോക്ടർ എൻ രാജം. മാടഭൂപതി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ആരെയാണ്? മാടഭൂപതി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് കൊച്ചി രാജാവിനെയാണ്. അപ്പൊ മാടഭൂപതി എന്ന് വിളിക്കപ്പെട്ടിരുന്നത് നമ്മുടെ കൊച്ചി രാജാവിനെയാണ്. ഇനി മാടഭൂമി എന്നറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ്. നമ്മുടെ കൊച്ചിയാണ്. കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി ഏതാടാ? കേരളത്തിലെ പൈനാപ്പിൾ സിറ്റി ഏതാണ്? അത് നമ്മുടെ വാഴക്കുളമാണ് പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്നത്. പറങ്കികൾ ഡയാംബേർ എന്ന് വിളിച്ച സ്ഥലമാണ് ഉദയംപേരൂർ. അപ്പം പറങ്കികൾ നമ്മുടെ പോർച്ചുഗീസുകാര് ഡയാംബേർ എന്ന് വിളിച്ച സ്ഥലമാണ് ഉദയംപേരൂർ.
യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് സ്ഥലത്തെയാണ്? പ്രാചീന രേഖകളിൽ നമ്മളെ റിപ്പോളിൻ എന്ന് അത് ഇടപ്പള്ളിയാണ്. റിപ്പോളിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇടപ്പള്ളിയാണ്. പല്ലവി ജൈനമത ക്ഷേത്രത്തിന്റെ പഴയ പേരാണ് കുണവായിൽ കോട്ടം. കുണവായിൽ കോട്ടം. അപ്പൊ നമ്മുടെ പല്ലവി ജൈനമത ക്ഷേത്രത്തിന്റെ പഴയ പേരാണ് കുണവായിൽ കോട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊച്ചിയുടെ ശ്വാസകോശം, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ഹൈക്കോടതി വളപ്പിൽ സ്ഥിതി ചെയ്യുന്നത് അതേതാണ്? അപ്പം നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ എന്താണ് ഹൈക്കോടതി വളപ്പിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം, ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിയുടെ ശ്വാസകോശം എന്നിങ്ങനെയൊക്കെ അറിയപ്പെട്ടിരുന്നത് മംഗളവനമാണ്. മംഗളവനമാണ്. അപ്പൊ നമ്മുടെ കേരള മീഡിയ അക്കാദമിയുടെ പഴയ പേരെന്താണ്? കേരള മീഡിയ അക്കാദമിയുടെ പഴയ പേരെന്താണ്? കേരള മീഡിയ അക്കാദമിയുടെ പഴയ പേരാണ് കേരള പ്രസ് അക്കാദമി. കേരള പ്രസ് അക്കാദമി. കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത് ആരാണ്? കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത് ആരാണ്? കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത് ആരാണ്? അതേതാ? നമ്മുടെ KP വള്ളോനാണ് കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത്. കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി ആരാണ്? അത് ആരാണ്? KP വള്ളോനാണ്. KP വള്ളോനാണ് നമ്മുടെ കൊച്ചി രാജ്യത്തെ അയ്യങ്കാളി എന്നറിയപ്പെടുന്നത്. ഇനി ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ആരാണ്? ബോൾഗാട്ടി പാലസ് നിർമ്മിച്ച വിദേശ ശക്തി ഏതാണ്? അതേതാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് നമ്മുടെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത്. ഇനി കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യം ഏതാണ്? കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹായിച്ച രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചി തുറമുഖത്തിന്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ്? അത് ജപ്പാനാണ്. ജപ്പാനാണ്. ഇനി കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരെന്താണ്? കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് മാനുവൽ ഫോർട്ട്. മാനുവൽ ഫോർട്ട്. അപ്പൊ കൊച്ചി കോട്ടയ്ക്ക് പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് മാനുവൽ കോട്ട. മാനുവൽ കോട്ട. അപ്പൊ കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? ഡച്ചുകാരാന്ന് പറയരുത്. കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാരാണ്. അപ്പൊ കൊച്ചിയിലെ ഡച്ച് കൊട്ടാരം നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ്. ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടമലയാർ പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. ഏത് നദിയിലാണ് ഇടമലയാർ പദ്ധതി? അത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. ഇനി സെന്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ്? സെന്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ്? സെന്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലം ഏതാണ്? അത് മാലിങ്കരയാണ്. മാലിങ്കരയിലാണ് സെന്റ് തോമസ് കപ്പലിറങ്ങിയ സ്ഥലം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ ആർക്കാണ് ഡച്ച് കൊട്ടാരം പണിത് നൽകിയത്? പോർച്ചുഗീസുകാർ ആർക്കാണ് നമ്മുടെ ഡച്ച് പാലസ് നിർമ്മിച്ചു നൽകിയത്? അത് നമ്മുടെ വീര കേരളവർമ്മയ്ക്കാണ്. വീര കേരളവർമ്മയ്ക്കാണ് നമ്മുടെ പോർച്ചുഗീസുകാർ ഡച്ച് കൊട്ടാരം പണിത് നൽകിയത്. അതുപോലെ തന്നെ നമ്മുടെ ജൂത തെരുവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജൂത തെരുവ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മട്ടാഞ്ചേരിയിലാണ്. മട്ടാഞ്ചേരിയിലാണ് ജൂത തെരുവ് സ്ഥിതി ചെയ്യുന്നത്. മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ട വർഷമാണ് 1818. 1818. 1818. റവറൻ ജെ ഡൗസൺ ആണ് ഇത് സ്ഥാപിച്ചത്. റവറൻ ജെ ഡൗസൺ ആണ് ഇത് സ്ഥാപിച്ചത്. കൊച്ചിയിൽ പ്രജാമണ്ഡലം സ്ഥാപിച്ചത് ഏത്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം ഏതാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലം സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 1941 ജനുവരി 26 കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? അത് TK നായരാണ്. TK നായരാണ് നമ്മുടെ കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത്. ഇനി കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ ആരാണ്? കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ ആരാണ്? കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ CP കരുണാകര മേനോൻ. കൊച്ചിയിലെ അവസാനത്തെ ദിവാനാണ് CP കരുണാകര മേനോൻ. കൊച്ചിൻ സാഗ രചിച്ചതാരാണ്? കൊച്ചിൻ സാഗ രചിച്ചതാരാണ്? അത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. റോബർട്ട് ബ്രിസ്റ്റോയാണ് നമ്മുടെ കൊച്ചിൻ സാഗ രചിച്ച വ്യക്തി. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈയെടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രിയാണ് പനമ്പള്ളി ഗോവിന്ദ മേനോൻ. ബാങ്ക് ദേശസാൽക്കരണത്തിന് മുൻകൈ എടുത്ത മലയാളിയായ കേന്ദ്ര നിയമമന്ത്രി ആരാണ്? അത് പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ആരാണ്? അത് ഡോക്ടർ AR മേനോനാണ്. അപ്പം ഇന്ത്യയിൽ അവിശ്വാസ പ്രമേയം വഴി പുറത്തുപോയ ആദ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണ് ഡോക്ടർ AR മേനോൻ. കൊച്ചി രാജ്യത്ത് നിന്നാണ്. അപ്പൊ കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആരാണ്? നമ്മുടെ കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ ആരാണ്? അത് ശങ്കരവാര്യരാണ്. ശങ്കരവാര്യരാണ്
കൊച്ചി രാജ്യത്ത് അടിമത്തം നിരോധിച്ച ദിവാൻ. ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരാണ്? ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് ആരായിരുന്നു? അത് നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. അതുപോലെ തന്നെ രാജ്യസഭാ അംഗമായ ആദ്യത്തെ മലയാള കവിയും നമ്മുടെ ജി ശങ്കരക്കുറുപ്പാണ്. നമ്മുടെ IAS രാജിവെച്ച് സാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയ മലയാളിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. അപ്പം IAS രാജിവെച്ചിട്ട് നമ്മുടെ സാഹിത്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയ മലയാളിയാണ് മലയാറ്റൂർ രാമകൃഷ്ണൻ. ചിന്മയ മിഷന്റെ സ്ഥാപകനായ സ്വാമി ചിന്മയാനന്ദന്റെ പൂർവ്വകാലാശ്രമത്തിന്റെ പേര് എന്തായിരുന്നു? അദ്ദേഹത്തിന്റെ പേരാണ്, അദ്ദേഹത്തിന്റെ പഴയ പേര് ബാലകൃഷ്ണ മേനോൻ എന്നായിരുന്നേ. ബാലകൃഷ്ണൻ മേനോൻ എന്നായിരുന്നു. ജൂതക്കുന്ന് ചാവക്കാട്, ജൂത കുളമാണെങ്കിൽ കണ്ണൂർ മാടായിയും, ജൂത തെരുവ് മട്ടാഞ്ചേരിയുമാണ്. എനിക്ക് തിരിഞ്ഞു പോയതാ. അത് തന്നെ, ജൂതക്കുന്ന് തൃശ്ശൂര് ചാവക്കാടാണ്, ജൂത തെരുവ് മട്ടാഞ്ചേരി എറണാകുളമാണ്. അപ്പൊ നമ്മുടെ ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ചത് എവിടെയാണ്? ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ചത് എവിടെയാണ്? അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ രാമമംഗലത്താണ്. എറണാകുളം ജില്ലയിലെ രാമമംഗലത്താണ് നമ്മുടെ ആര് ജനിച്ചത്? ഷഡ്കാല ഗോവിന്ദമാരാർ ജനിച്ചത്. അപ്പൊ നമ്മുടെ പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്ന ആരാണ്? പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരെയാണ്? അത് AG വേലായുധനാണ്. AG വേലായുധനാണ്. അപ്പൊ പരുമല തിരുമേനി ജനിച്ചത് എവിടെയാണ്? പരുമല തിരുമേനി ജനിച്ചത് എവിടെയാണ്? അത് മുളന്തുരുത്തിയിലാണ്. മുളന്തുരുത്തിയിലാണ് നമ്മുടെ പരുമല തിരുമേനി ജനിച്ചത്. ഇനി ശ്രീ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലം ഏതാണ്? നമ്മുടെ ശങ്കരാചാര്യർ ജനിച്ച സ്ഥലമാണ് കാലടി. കാലടി 8 നിലകളിലുള്ള ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് കാലടിയിലാണ്. 8 നിലകളിലുള്ള ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കാലടിയിലാണ്. ഇത് നിർമ്മിച്ച ആളാണ് കാഞ്ചി കാമകോടി. കാഞ്ചി കാമകോടി. കാഞ്ചി കാമകോടി. കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം അറിയപ്പെട്ടിരുന്നത് അത് നമ്മുടെ ചിത്രകൂടം എന്നാണ്. അപ്പൊ ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആളാണ്. ഇനി അരിയിട്ട് വാഴ്ചയാണെങ്കിലോ? അരിയിട്ട് വാഴ്ചയാണെങ്കിൽ അത് എവിടെയാണ്? അരിയിട്ട് വാഴ്ച അത് നമ്മുടെ സാമൂതിരിമാരുടെയാണ്. അപ്പൊ ഒന്നും കൂടെ പറയാം, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ഏത്? ഹിരണ്യഗർഭം. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ പെരുമ്പടപ്പ് കൊച്ചിയിലെ അവരുടെ എന്താണ്? ചിത്രകൂടം. ഇനി അരിയിട്ട് വാഴ്ച സാമൂതിരിമാരുടെയാണ്. മൂന്നും ഓക്കെ ആണോടാ? ക്ലിയർ ആണോ? അപ്പൊ നമ്മുടെ എവിടെ വെച്ചിട്ടാണ് പെരിയാറ് രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡപ്പുഴയും മംഗലംപുഴയുമായിട്ട് മാറുന്നത്? എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പെരിയാർ രണ്ടായിട്ട് പിരിഞ്ഞിട്ട് മാർത്താണ്ഡപ്പുഴയും അതുപോലെ തന്നെ മംഗലംപുഴയും ഉണ്ടാകുന്നത്? അത് നമ്മുടെ ആലുവയിൽ വെച്ചിട്ടാണ്. ആലുവയിൽ വെച്ചിട്ടാണ്. രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കടവന്ത്രയിലാണ്. കടവന്ത്രയിലാണ്. ഇനി ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ കലൂരാണ്. അപ്പം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കലൂരും, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കടവന്ത്രയിലുമാണ്. അതുപോലെ നമ്മുടെ എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ജൈന ക്ഷേത്രം ഏതാണ്? എറണാകുളം ജില്ലയിലെ പ്രസിദ്ധമായ ജൈന ക്ഷേത്രം ഏതാണ്? അതാണ് കല്ലിൽ ജൈന ക്ഷേത്രം. കല്ലിൽ ജൈന ക്ഷേത്രം. കാപ്രിക്കാട് ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നിരിക്കുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. അപ്പം എറണാകുളം ജില്ലയിലുള്ള ഒരു ഇക്കോ ടൂറിസം പദ്ധതിയാണ് കാപ്രിക്കാട് ഇക്കോ ടൂറിസം. കാപ്രിക്കാട് ഇക്കോ ടൂറിസം. എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാണ്? അതേതാണ്? നമ്മുടെ കാക്കനാടാണ്. കാക്കനാടാണ് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ പ്രധാന ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് വണ്ടർല. അപ്പൊ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ് വണ്ടർല എന്ന് പറയുന്നത്. വണ്ടർല ഇതിന്റെ പഴയ പേരെന്തായിരുന്നടാ? വണ്ടർലായുടെ പഴയ പേരെന്തായിരുന്നു? അതാണ് വീഗാലാൻഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ്. എറണാകുളം ജില്ലയിലെ കാക്കനാടിന് സമീപം പള്ളിക്കരയിലാണ്. ഇനി എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാണ്? എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലെ മൂർത്തി ആരാണ്? അത് ശിവനാണ്. ശിവനാണ്. അതുപോലെ തന്നെ യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് എവിടെയാണ്? യോഗക്ഷേമ സഭ രൂപം കൊണ്ടത് എവിടെയാണ്? അത് നമ്മുടെ ആലുവയിലാണ്. ഏത് വർഷമാണ് യോഗക്ഷേമ സഭ രൂപം കൊണ്ടത്? 1908 അപ്പൊ നമ്മുടെ സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്?
AD 52-ലാണ്. ഇനി പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭരണ കേന്ദ്രമായിട്ട് കൊച്ചി മാറിയത് ഏത് വർഷമാണ്? പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭരണ കേന്ദ്രമായിട്ട് കൊച്ചി മാറിയത് ഏത് വർഷമാണ്? അത് 1405-ലാണ്. 1405-ലാണ്. അപ്പൊ നമ്മുടെ മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയ വർഷം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയ വർഷം ഏതാണ്? അത് 1555-ആണ്. 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 പോർച്ചുഗീസുകാർ കൊച്ചിയുമായി ആദ്യമായി വ്യാപാര കരാർ ഒപ്പുവെച്ച വർഷം ഏതാണ്? അത് ഏത് വർഷമാണ്? അത് നമ്മുടെ 1500-ലാണ്. 1500-ലാണ്. ഇനി മട്ടാഞ്ചേരിയിലെ മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച വർഷം ഏതാണ്? അത് 1555-ആണ്. 1555-ആണ്. ഒന്നുകൂടെ വർഷങ്ങൾ പറയാം. സെന്റ് തോമസ് ഇന്ത്യയിൽ വന്ന വർഷമാണ് AD 52. അപ്പൊ സെന്റ് തോമസ് എന്നാണ് വന്നത്? AD 52-ലാണ്. പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭരണ കേന്ദ്രമായിട്ട് കൊച്ചി മാറിയത് ഏത് വർഷമാണ്? പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ഭരണ കേന്ദ്രമായിട്ട് കൊച്ചി മാറിയത് ഏത് വർഷമാണ്? അത് 1405-ലാണ്. 1405-ലാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്നാണ് മട്ടാഞ്ചേരി കൊട്ടാരത്തിന്റെ പണി പൂർത്തിയാക്കിയത്? അത് 1555-ലാണ്. 1555-ലാണ്. അതുപോലെ തന്നെ നമ്മുടെ പോർച്ചുഗീസുകാർ കൊച്ചിയുമായി ആദ്യമായി വ്യാപാര കരാർ ഉണ്ടാക്കിയ വർഷമാണ് 1500 എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാര് കൊച്ചിയുമായിട്ട് ആദ്യത്തെ വ്യാപാര കരാർ ഉണ്ടാക്കിയ വർഷമാണ് 1500. ഇനി മട്ടാഞ്ചേരിയിലെ ഡച്ച് കൊട്ടാരം പോർച്ചുഗീസുകാർ പണിയെടുത്ത വർഷമാണ് 1555. 1555. ഇനി മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? മട്ടാഞ്ചേരി ജൂതപ്പള്ളി നിർമ്മിക്കപ്പെട്ട വർഷം ഏതാണ്? അപ്പൊ നമ്മുടെ എന്നാണ് 1568-ലാണ് മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമാകുന്നത്. മട്ടാഞ്ചേരി ജൂതപ്പള്ളി സ്ഥാപിതമാകുന്നത് 1568-ലാണ്. കൊച്ചി കോട്ട പിടിച്ചടക്കിയ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയ വർഷം ഏതാണ്? നമ്മുടെ കൊച്ചി കോട്ട പിടിച്ചടക്കിയ ഡച്ചുകാര് പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്ന് പുറത്താക്കിയത് 1663-ആണ്. ഇത് SCERT-ക്കകത്ത് അതുപോലെ നടപ്പുണ്ട്. അപ്പൊ കൊച്ചി കോട്ട പിടിച്ചടക്കിയ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കൊച്ചിയിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. ഇനി ശക്തൻ തമ്പുരാൻ സിംഹാസനാരോഹണം നടത്തിയ വർഷം ഏതാന്ന് ചോദിച്ചാൽ അത് 1790-ലാണ്. നമ്മുടെ ശക്തൻ തമ്പുരാൻ രാജാവായ വർഷമാണ് 1790 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എങ്ങോട്ടായിരുന്നു? പാലിയത്തച്ഛനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എങ്ങോട്ടായിരുന്നു? അത് മദ്രാസിലേക്കായിരുന്നു. ഏത് വർഷമാണടാ? ഏത് വർഷമാണ്? അത് 1809-ലാണ്. 1809-ലാണ്. ഇനി കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമായ വർഷം ഏതാണ്? ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞിരുന്നു. 1818-ലാണ് കൊച്ചിയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിതമാകുന്നത്. ഇനി ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നടത്തിയത് ആരാണ്? ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നടത്തിയത് ആരാണ്? അത് നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഏത് വർഷമാണ്? 1913-ലാണ്. 1913-ലാണ്. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ഏത് വർഷമാണ്? ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് 1924-ലാണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? അത് ജസ്റ്റിസ് T സദാശിവ അയ്യരാണ്. ജസ്റ്റിസ് T സദാശിവ അയ്യരാണ് നമ്മുടെ ആലുവയിലെ സർവമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. അപ്പൊ കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പൽ പ്രവേശിച്ച വർഷം ഏതാണ്? കൊച്ചി തുറമുഖത്ത് ആദ്യ കപ്പൽ പ്രവേശിച്ച വർഷമാണ് 1928. 1928. കൊച്ചി മേജർ തുറമുഖമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? കൊച്ചി മേജർ തുറമുഖമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അത് 1936-ലാണ്. 1936-ലാണ്. അപ്പൊ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? അതാരാണ്? അത് നമ്മുടെ S നീലകണ്ഠ അയ്യരും. അതുപോലെ തന്നെ ആദ്യത്തെ സെക്രട്ടറി എന്ന് ചോദിച്ചാലാണ് VR കൃഷ്ണൻ എഴുത്തച്ഛൻ. അപ്പൊ VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് നമ്മുടെ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി. അതുപോലെ തന്നെ നമ്മുടെ S നീലകണ്ഠ അയ്യരാണ് ആദ്യത്തെ പ്രസിഡന്റ്. അപ്പൊ പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? അത് 1947-ലാണ്. 1947-ലാണ്. അപ്പൊ ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം കേരളത്തിൽ നടന്ന ആദ്യത്തെ അയിത്തത്തിനെതിരായിട്ടുള്ള സമരമാണ് ഏത്? പാലിയം സത്യാഗ്രഹം. ഇതിന്റെ നേതാവ് C കേശവനാണ്. അപ്പൊ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്? കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിതമായ വർഷം ഏതാണ്?
എന്നാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് സ്ഥാപിതമായ 1964 1964 കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 1978. നെടുമ്പാശ്ശേരി വിമാനത്താവളം പൊതുജനത്തിന് തുറന്നുകൊടുത്ത വർഷം ഏതാണ്? നെടുമ്പാശ്ശേരി വിമാനത്താവളം പൊതുജനത്തിന് തുറന്നുകൊടുത്ത വർഷമാണ് 1999. ഇനി കാക്കനാട് ഇൻഫോ പാർക്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? കാക്കനാട് ഇൻഫോ പാർക്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? അത് 2004. 2004 ഇൻഫോ പാർക്ക് സ്ഥാപിതമാകുന്നത്. നമ്മുടെ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ദുർഗുണ പരിഹാര പാഠശാല ഏതാണ്? അത് കാക്കനാടാണ്. അതും കാക്കനാടാണ്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ CBI ആസ്ഥാനം എവിടെയാണ്? കേരളത്തിൽ ആദ്യമായിട്ട് CBI ആസ്ഥാനം സ്ഥാപിതമായത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കേരളത്തിലെ CBI ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. അപ്പൊ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് അത്താണിയിലാണ്. ഇനി കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ഇടപ്പള്ളിയിലാണ്. അപ്പൊ നമ്മുടെ കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് നമ്മുടെ എറണാകുളം ജില്ലയിലാണ്. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം അങ്കമാലിയിലാണ്. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കൊച്ചിയിലാണ്. കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചിയിലാണ്. അതുപോലെ തന്നെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. ഇനി പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് നമ്മുടെ ഓടക്കാലിയിലാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? അതും കൊച്ചിയാണ്. അതുപോലെ തന്നെ കുസാറ്റിന്റെ ആസ്ഥാനം എവിടെയാണ്? അത് നമ്മുടെ കളമശ്ശേരിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ ആസ്ഥാനവും നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനവും കൊച്ചിയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? ഫെഡറൽ ബാങ്കിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് ആലുവയിലാണ്. ഏത് വർഷമാണ് ഈ നമ്മുടെ ഫെഡറൽ ബാങ്ക് സ്ഥാപിതമാകുന്നത്? ഏത് വർഷമാണ്? 1945. കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണശാല സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ഏക കയറ്റുമതി സംസ്കരണശാല സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് നമ്മുടെ കൊച്ചിയിലാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്താലോടാ. അപ്പം താങ്ക് യു.